ഇതൊക്കെ നോക്കി ഇതൊക്കെ ഇപ്പൊ ജനിച്ച് വീണുള്ളതുള്ള തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യു കെ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ഡ്രസ്സ് ഷൂപ്പ് ചെയ്യാം എന്നൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ആണെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിരിക്കുന്നതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യു കെയിലോട്ട് വരാതിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ്, ഇനി നമുക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ യു കെ ഞങ്ങളടക്കം ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും, നമ്മുടെ ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും എല്ലാം വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു ഷോപ്പാണ് പ്രൈമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോയി പുതിയ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സ് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ അമർത്തിയിടാം. ഇതുപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൂടാതെ ഇനി ഇപ്പോൾ യു കെ ഉള്ള നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മളത് വന്ന് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം, നേരെ പ്രൈമാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നേരെ പ്രൈമാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് സെക്ഷനിലാണ്. അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ സംഭവം ഓഫറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് എനിക്ക് കറക്റ്റായിട്ട് ലേഡീസിൻ്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. മാക്സി ഡ്രസ്സൊക്കെ കുറേ വന്നിട്ടുണ്ട്. സ്കേർട്ടൊക്കെ വന്നിട്ടുണ്ട്. എത്ര അടി നിങ്ങൾക്ക്? ഇത് 16 പൗണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഇത് നമുക്ക് കൈ പള്ളി മാത്രമേ ഉള്ളൂ. രണ്ട് പൗണ്ടുണ്ട്. 2 പൗണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 200 രൂപ. 5 പൗണ്ടായിരുന്നു. റിഡക്ഷൻ ആയിട്ട് അവർ 2 പൗണ്ടിന് കിട്ടും. ഇവിടെയും റിഡക്ഷൻ ചെയ്യണം. നല്ല റിഡക്ഷനാണ്. മറ്റേ ഡാൻസുകാർ ഇഷ്ടം നടക്കുന്ന സാധനമാണ്. തുടങ്ങി നിൽക്കുന്ന സാധനം ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടോ. ഇവിടെ ഫ്ലൂറസെന്റ് മിന്നിത്തിളങ്ങി നിൽക്കുന്ന കുഴപ്പമില്ല. ഓണം കഴിച്ചു പിന്നെ ഇവിടെ പുലിക്കളി. കഴിഞ്ഞ പ്രാവശ്യക്കാർക്ക് എന്തായാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട്. ഓ സെത്തോളി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതെല്ലാം പെണ്ണുങ്ങളുടെ സാധനം. ഇതെല്ലാം പെണ്ണുങ്ങളുടെ. ഇതൊക്കെ എത്ര വരുന്നത്? 26 പൗണ്ട്. ഇതെല്ലാം ബൂട്ടിന്റെ സെക്ഷനാണ് തോന്നുന്നു. തിളങ്ങി മിന്നി നിൽക്കുന്ന ഷൂ എല്ലാം പഴയ സെയിം കളക്ഷനൊക്കെ തന്നെയുള്ളൂ. വെറൈറ്റി ആയിട്ട് കാണാനൊന്നും വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന മൊത്തം തിളങ്ങുന്ന സാധനമാണുള്ളത്. ഇത് നല്ല വെറുത്തുള്ള ഷൂസ്. ഇതെല്ലാം മിന്നി തിളങ്ങി നിൽക്കുന്ന സാധനങ്ങളാണ്. കാണാനുള്ള ക്വാളിറ്റിയുടെ കാര്യം അറിഞ്ഞുകൂടാ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കിറ്റ് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ എടുക്കാനും 5 പൗണ്ട്. അത്യാവശ്യം നല്ലതാണ് സാധനങ്ങളൊക്കെ. ഇവിടെ ഞാൻ ഇവിടെ ഒരു ബാഗിൻ്റെ ഓഫർ കണ്ടായിരുന്നേ. ഇത് കണ്ടോ, 10 പൗണ്ടായിരുന്നു. 10 പൗണ്ടിൻ്റെ 5 പൗണ്ട് ഓഫർ. ഇതൊക്കെ 5 പൗണ്ട് ഓഫർ. 3 പൗണ്ടേ ഉള്ളൂ. ഇല്ലാണോ? മറ്റേ പായൊക്കെ ഉണ്ടാക്കത്തില്ല ആ സാധനം പോലുണ്ട്. ഇതൊക്കെ 3 പൗണ്ടേ ഉള്ളൂ. ഇതൊക്കെ 5 പൗണ്ട്. കുഴപ്പമില്ല, ഫാൻസി ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാം. വലിയ സ്പേസ് ഒന്നും ഇല്ല.
അടുത്ത നമ്മൾ മുകളിൽ കിഡ്സിൻ്റെ സെക്ഷൻ തപ്പി വന്നത് അന്നേരം നമ്മളിവിടെ കുറേ നൈറ്റീസ് ഒക്കെ കണ്ടു. പിള്ളേർക്കുള്ളത് കൊണ്ട് ലേഡീസ് ഇല്ലാതുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലതാണ്. പൈജാമാസ് ഒക്കെ ഉണ്ട്, നല്ല മെറ്റീരിയലാണെന്ന് തോന്നുന്നു. ഇവിടെ പൈജാമ സെറ്റ് ഉണ്ട് 15 രൂപ. കൊള്ളാം. ജെംസൊക്കെ നോക്കട്ടെ. ഇത് പേരെന്താ കറക്റ്റ് അറിയില്ല. ജെംസൊക്കെ വന്നു കൊള്ളാം. പക്ഷേ തണുപ്പത്ത് ഇതൊക്കെ ഉള്ള രക്ഷ. നല്ല രസം, ക്യൂട്ടായിട്ടുണ്ട് എല്ലാം കാണാൻ. നെറ്റ് മഞ്ഞ കൊള്ളാം. എന്തായാലും ഇതൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ കുറച്ച് സ്ലിപ്പേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് ഈ സ്ലിപ്പേഴ്സൊന്നും ഇല്ലാതെ പറ്റത്തില്ല. ഇതിൻ്റെ പെൺകുട്ടികളുടെ പൈജാമ സെറ്റാണ് 15 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അവിടെ ഉണ്ട്. ഇത് പക്ഷേ അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല കളർ കോമ്പോ. ആമ്പിളാതെ ഉണ്ട്, അതുപോലെ ഇറ്റി പാണ്ടയുടെ ഒക്കെ ഉണ്ട്. എല്ലാം ഇവിടെ കുളമാക്കും തോന്നെടുത്ത്. നമുക്ക് പണ്ടില്ലായിരുന്നു ഇങ്ങനത്തെ ഫോൺ ഉത്സവപ്പുറമെന്നൊക്കെ ചെയ്യാ. ആ പാട്ട അത് കൂട്ടെടുത്താണ് എന്താണ്. പക്ഷെ ഇത് ഐഷാഡോ കിറ്റോ അങ്ങനത്തെ സംഭവം ഫോണല്ല. കാണാനൊക്കെ നല്ല രസമാണ്. യൂണിക്കോണിൻ്റെ പിന്നെടുപ്പൊക്കെ ഉണ്ട്. 30 കൊണ്ട് വരുന്നത്. സെറ്റാണോ? സെറ്റാട്ടോ അത്. ടോപ്പും പാൻറ്റും ഒരു ഇന്നർ വിയറും ആയിട്ടുള്ള. ഇതെന്താ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സെറ്റ്. എത്ര ഉണ്ട്? 4 എടുക്കണ്ടേ. ഡ്രസ്സുണ്ട്, കൊള്ളാം. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ ഇപ്പോൾ ജനിച്ച് വീഴാൻ പിള്ളേർക്കുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരിയേ ഉള്ളു. എൻ്റെ ഒരു കയ്യുടെ അത്രയേ ഉള്ളൂ. ഇത് കുഞ്ഞിക്കാ സാധനങ്ങൾ. ഇത് നോക്കിയേ. ഷടാ, എത്ര റേറ്റ് വരും? 6 പീസാണ് ഇത്. 6 പീസ്. 6 പീസിന് റേറ്റ് വരുന്നത് 10 പൗണ്ട്. കുഴപ്പമില്ലല്ലേ? പിള്ളേരുടെ ജാക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ജാക്കറ്റ് ഉണ്ട്. മഴവിൻ്റെ കളറുള്ള ജാക്കറ്റ്, DJ ഒക്കെ പോകാൻ പറ്റിയ ജാക്കറ്റ്. പക്ഷേ ഈ ജാക്കറ്റൊക്കെ വലിയതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റി ആണ് തോന്നുന്നത് ഈ മെറ്റീരിയൽ. ഇതുണ്ടോ? വേറെ ഹോട്ട് വാട്ടർ ബാഗാണ്. പല ടൈപ്പ് ഉണ്ട്. കൊള്ളാം. നോർമലി നമ്മൾ മറ്റേ റബ്ബറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. അതൊക്കെ റബ്ബർ തന്നെ, പക്ഷെ പുറത്ത് അവരൊരു കവർ കോട്ടിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ കുറേ ടൂൾസ് ഒക്കെ ഉണ്ട് ഇവിടെ. വേറെ യൂണിക്കോൺ ഉണ്ട്. ഫുട്ബോളിൻ്റെ കയ്യും കാലം വെച്ച ഒരു പാവ. മുഖമൊക്കെ ഉണ്ട് ഫുട്ബോളിന്. നമ്മളങ്ങനെ ലേഡീസിൻ്റെയും പിള്ളേരുടെ എല്ലാവരുടെയും നമ്മൾ കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പം ജെൻസിൻ്റെ ആമ്പ്രായുടെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അവിടുത്തെ കൂടെ നോക്കാം. അപ്പോൾ ബാ പോരും. അപ്പം ഫസ്റ്റിൽ നമുക്ക് ജാക്കറ്റ് നോക്കാം. ജാക്കറ്റ് കുഴപ്പമില്ല. ഇതിപ്പോൾ വന്നതേ ഉള്ളെങ്കിലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം വന്നു തുടങ്ങി അല്ലേ? മെൻസ് സെക്ഷനിൽ അത്യാവശ്യം ജാക്കറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് മേടിച്ച ജാക്കറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളായിരുന്നു. റേറ്റും കുഴപ്പമില്ല, ക്വാളിറ്റിയും കുഴപ്പമില്ലായിരുന്നു. ഇത് 15 പൗണ്ട്. ആ ഗ്രീൻ അത് കൊള്ളാൻ തോന്നുന്നു. കൊള്ളാം കേട്ടോ ഈ സംഭവം. ഇത് അത്യാവശ്യം നല്ല അകത്ത് നല്ല കോട്ടിങ് ഉണ്ട്. എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 45 പൗണ്ട്. ഈ സാധനം 45 പൗണ്ടാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൂടും. പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ഒരു പാൻറ്റില്ല. പണ്ടത്തെ ഓൾഡ് ഫാഷനല്ല, ഇതൊക്കെ ഫാഷനാണ്. ഇവിടെ അങ്ങനെ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ പോലത്തെ ആ ഒരു സെറ്റപ്പാണ്. നിങ്ങൾ ഈ ഒരു ലുക്കൊക്കെ കണ്ട് തന്നെ അറിയാൻ പറ്റും. സ്റ്റുഡിയോ പോലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാൻ പറ്റും ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു കാണുമ്പോൾ. ഇതല്ല ഇവിടുത്തെ ഇവർ തന്നെ മെയ്ഡ് ഇൻ മാർക്ക് എന്നതിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് ബംഗ്ലാദേശാണ്. മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പാൻറ്റൊക്കെ ആണെങ്കിലും കറുപ്പ് കുഴപ്പമില്ല. എന്നാലും ഞാനൊരു പാൻറ്റ് മേടിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇവിടെ
അതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം ജീൻസ് ആണ്. ഇതുണ്ടോ ജീൻസിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല. ജീൻസിൻ്റെ തന്നെ ഒരുപാട് ഇതുണ്ട്, പല ഷെയ്ഡുണ്ട്. ഇതിപ്പോൾ എല്ലായിടത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മൾ എടുത്തിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവസാനം പിന്നെ നമ്മളെല്ലാം മടക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത്രയും നല്ല അത്യാവശ്യം ആമ്പിളാർക്കാണെങ്കിലും നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ മുകളിൽ ലേഡീസിന് കണ്ട പോലെ അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും കണ്ട പോലെ അതുപോലെ തന്നെയാണ് ഈ ആണുങ്ങളുടെ സെക്ഷനിൽ മെൻസിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ. ജീൻസൊക്കെ റേറ്റ് എത്ര വരുന്നു? ജീൻസിനൊക്കെ റേറ്റ് അത്യാവശ്യം 14 പൗണ്ടേ ഉള്ളൂ ജീൻസിനൊക്കെ. അല്ല 14 പൗണ്ട്. അങ്ങനെ പലതിനും പല റേറ്റാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ജീൻസൊക്കെ ഇവിടുന്ന് മേടിക്കുന്നതിന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. നല്ല ഈ ഒരു ഏരിയ ഫുള്ള് ഷർട്ടിൻ്റെ ഫുൾ കൈ ഷർട്ടിൻ്റെ ഹാഫ് കൈ ഉണ്ട്. ആ ഒരു ഏരിയ ആണിത്. പിന്നെ ഷർട്ട് അത്യാവശ്യം വലിയൊരു കളക്ഷൻ ഇല്ല ഇവിടെ. കൂടുതലും എനിക്ക് മനസ്സിലായത് കൂടുതലും ടീഷർട്ടും പിന്നെ അതുപോലെ തന്നെ ജാക്കറ്റ്, ജീൻസ്, പിന്നെ ഷോർട്ട്സ് ആയിട്ടുള്ള ഇപ്പം നിൽക്കാന്നൊക്കെ പറയുന്നത് ആ സംഭവമൊക്കെയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഷർട്ട് വലിയ നമ്മുടെ കണ്ണില്ലെന്നേ ഉള്ളൂ, ചിലപ്പോൾ ഉണ്ടെന്ന് ഉള്ളവർ കാണുമായിരിക്കും. പിന്നെ ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ 3 പൗണ്ടേ ഉള്ളൂ. 3 പൗണ്ടിന്. പിന്നെ ഇത് എക്സെല് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിലൊക്കെ ഇടാം. ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പം വർക്കിന് പോകുന്നവർക്ക് ആണെങ്കിലും ഇട്ടുണ്ടോ. ഞാൻ ഇവിടുന്ന് മേടിച്ച് 3 പൗണ്ടിനൊക്കെ മേടിച്ച ടീഷർട്ടിനാണ് വർക്കിന് പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ കാര്യമുള്ളൂ. കാര്യം എന്ത് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ വെളി ജാക്കറ്റ് ഇടണം. ഇനി അങ്ങോട്ടും ജാക്കറ്റ് ഇടാൻ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇതുപോലെ മതി 4 പൗണ്ട് ടീഷർട്ട്. 4 പൗണ്ട് ടീഷർട്ട് ഉണ്ട്. ഇതൊക്കെ ഫുൾ കൈ അല്ല, ഫുൾ കൈ ഉണ്ട്. പിന്നെ കോളർ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ കുഴപ്പമില്ല. ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് തന്നെ ഇപ്പോൾ 2-3 ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം ടീഷർട്ട് എല്ലാം 4 പൗണ്ട്, 7 പൗണ്ടിൻ്റെ ടീഷർട്ട് ഉണ്ട്. എല്ലാം പല പല ടൈപ്പിലെ ടീഷർട്ട് ഉണ്ട്. 7 പൗണ്ട് ഉണ്ട്, ഇത് 7 പൗണ്ട്. അപ്പം ഓരോ പൗണ്ട് കൂടുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ചുറ്റും മാറ്റി വെക്കുന്ന കാര്യം വലിയ പാടാണ്. അതുകൊണ്ട് നമുക്ക് എസ്കേപ്പ് ആവാം. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂ എന്ന് പറയാം. നമുക്ക് വലിയ റേറ്റിനൊന്നും ഇല്ലാണ്ട് നമുക്ക് കാണാനൊരു ഭംഗിയുണ്ട്. നമ്മുടെ വിലയ്ക്ക് ഒത്ത സാധനം എന്ന് പറയുന്ന പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂസൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വെള്ളമൊക്കെ മേടിച്ചാലും മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. കഴുകി നമ്മൾ ഉപ്പാടാണ്. ഇത് കുഴപ്പമില്ല. നമ്മൾ ബ്രാൻഡ് സാധനം ഒന്നും പറഞ്ഞാൽ വന്ന് ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ അങ്ങനെ ബ്രാൻഡായിട്ടുള്ള ഒരു സാധനവും ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ നൈക്ക് ആണെങ്കിലും അഡിഡാസ് ആണെങ്കിലും അങ്ങനെയുള്ള സംഭവം ഇതെല്ലാം ഇവിടെ തന്നെ ഇവർ തന്നെ ചെയ്യുന്ന സംഭവങ്ങളാണ്. പല ടൈപ്പ് ബൂട്ട് നല്ല വെയിറ്റ് ഉണ്ട്. കാലിട്ടൊന്ന് നടക്കാൻ വേണ്ടി പാടാണ്. പിന്നെ ഇങ്ങോട്ട് പല ടൈപ്പ് വീട്ടിലൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയൊരു ഇൻഡോസ് ഒക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം പല ടൈപ്പുണ്ട്. പിന്നെ ബാഗ് ഉണ്ട്, പേഴ്സ് ഉണ്ട്. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൊക്കെ ഇവിടെ ആദ്യമായിട്ട് ഇപ്പം കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല. ചെറിയൊരു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചതേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇത്രയും നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ ഇന്ന് സഹായിച്ച എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം. ടാറ്റാ.